ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത സമയത്തും പ്രളയകാലത്തുമെല്ലാം രക്ഷകരായി ആദ്യം ഓടിയെത്തിയത് കേരള ഫയർഫോഴ്സ് ആണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഏറെ ശ്രദ്ധ നേടുന്നതും അഗ്നിരക്ഷാ സേനയുടെ സ്റ്റാൾ തന്നെയാണ്. രക്ഷകരുടെ സ്റ്റാളിലെ വിശേഷങ്ങളെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. ഒരു രാത്രി കൊണ്ട് ജീവിതത്തിൽ നിന്ന് തന്നെ ഉറങ്ങിപ്പോയ ഒരു കൂട്ടം മനുഷ്യർ, അതാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും നമ്മൾ കണ്ടത്. അവരുടെ നിലവിളിയൊച്ച ആദ്യം കേട്ടത് കേരള ഫയർഫോഴ്സാണ്. ആ കേരള ഫയർഫോഴ്സിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾ വിവരിക്കുകയാണ് എൻ്റെ കേരളം പ്രദർശനമേളയിൽ. പ്രളയകാലവും ഉരുൾപൊട്ടൽ ദുരന്തവുമെല്ലാം അതിജീവിക്കാൻ മലയാളിക്കൊപ്പം മികച്ച സർക്കാർ സംവിധാനമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിൽ കേരളത്തിന്റെ അഭിമാനമായ അഗ്നിരക്ഷാസേനയും. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളിൽ കയറിയാൽ അതിന്റെ നേർസാക്ഷ്യം കാണാം. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആദ്യ നാളിൽ മുണ്ടക്കൈയിൽ നിന്നും കുത്തിയൊഴുകുന്ന പുഴവെള്ളത്തിന് കുറുകെ വടം കെട്ടി പിഞ്ചുകുഞ്ഞിനെ സുരക്ഷിതമായി ചൂരൽമലയിലേക്ക് എത്തിച്ച ആ രംഗം അതുപോലെ തന്നെ സ്റ്റാളിലും പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അന്ന് രക്ഷാദൗത്യം നടത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ നിഖിൽ മല്ലിശ്ശേരി അടക്കമുള്ളവരും കേരള ഫയർഫോഴ്സിന്റെ സ്റ്റാളിൽ സജീവമാണ്. അന്നത്തെ രക്ഷാദൗത്യം സംസ്ഥാന സർക്കാർ തന്നെ മികച്ച നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ നിഖിലിന്റെ വാക്കുകളിൽ അഭിമാനബോധം പ്രകടമാണ്. നിഖിൽ, യഥാർത്ഥത്തിൽ കേരള ഫയർഫോഴ്സിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് നിഖിലിനെ പലരും പറയുന്നത്. നമ്മളടക്കം വാർത്ത കൊടുത്തതാണ്. ആ ഒരു പ്രതിരൂപം ഇന്നിവിടെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സർക്കാർ തന്നെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അഭിമാനമുണ്ട്? അഭിമാനം തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഫയർഫോഴ്സുകാരെന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും കൂടി ചെയ്ത ഒരു ടീം വർക്കായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു ടീം വർക്ക് എങ്ങനെയാണ് നമ്മളെല്ലാവരും, കുറേ ആൾക്കാർ ചിലപ്പം TV-യിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് ആൾക്കാർക്ക് എങ്ങനെയാണിത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റോപ്പ് റെസ്ക്യൂവിൻ്റെ ഒരു സിസ്റ്റം ഇവിടെ ചെയ്തിട്ട് ഒരു ഡെമോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ജീവനക്കാരും എല്ലാവരും പൊതുജനങ്ങൾക്ക് സുരക്ഷ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപകാരത്തിൽപ്പെടുന്ന ചോക്കിംഗ് ആയാലോ അല്ലെങ്കിൽ CPR കൊടുക്കേണ്ട ഗ്യാസ് ലീക്ക് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ ക്ലാസ്സായിട്ട് തന്നെ ബോധവൽക്കരണം നടത്തുന്നു. അഗ്നിരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സിന്റെ മറ്റേതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? നമ്മൾ അഗ്നി സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആധുനിക ഉപകരണങ്ങൾ, ROV റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ, അതായത് വെള്ളത്തിന് അടിയിൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനിക ഉപകരണം ROV നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് മറ്റേ ലോറിക്ക് അടിയിൽ മറ്റേ അർജുൻ എന്ന ആ യുവാവ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആ യുവാവ് വെള്ളത്തിന് അടിയിൽ പെട്ടപ്പോൾ സോണാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ തെരച്ചിൽ നടത്തിയത്. അങ്ങനെയുള്ള സോണാർ സംവിധാനം അടക്കമുള്ള ഒരു ഉപകരണമാണ്, നമുക്ക് അത്യാധുനിക ഉപകരണമാണ് ഫയർഫോഴ്സിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതെല്ലാം ഇവിടെ പ്രദർശനത്തിന് ഉണ്ട്. കേരള ഫയർഫോഴ്സിന് ലഭ്യമാക്കിയ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ അടക്കമുള്ള ആധുനിക ഉപകരണങ്ങളും സ്റ്റാളിലുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ മിനിയേച്ചറും തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ഏത് രക്ഷാദൗത്യത്തിനും 101 എന്ന നമ്പറിൽ ഒന്ന് ഡയൽ ചെയ്താൽ മാത്രം മതി. കേരള ഫയർഫോഴ്സ് ഓടിയെത്തും. അക്കാര്യം കൃത്യമായി വിശദീകരിക്കുക കൂടിയാണ് എന്റെ കേരളം മേളയിലെ ഈ സ്റ്റാൾ. ചൂരൽമലയിലും മുണ്ടക്കയിലും മാത്രമല്ല, ദുരന്തമുഖത്തെല്ലാം നമ്മുടെ രക്ഷകരായിരുന്നു അഗ്നിരക്ഷാസേന. അതിൻ്റെ ഒരു മാതൃകയാണ് എൻ്റെ കേരളം വിപണന മേളയുടെ ഭാഗമായി കോഴിക്കോട് ബീച്ചിലും അവർ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.